ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണോ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിൽ മാത്രമൊന്നും അല്ല, കെമിസ്ട്രിയിലും കൂടിയാണ് അല്ലേ? എവിടെ നോക്കിയാലും നമുക്ക് അവിടെ ഒരു കെമിസ്ട്രി പറയാനുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇത് നോക്കിയേ, കാറ്. ഇപ്പൊ കാറിൽ തന്നെ നമുക്ക് എന്തെല്ലാം കെമിസ്ട്രി പോയിന്റുകൾ പഠിക്കാനുണ്ട് എന്നറിയോ? കാറിൽ കെമിസ്ട്രി പോയിന്റോ നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം തന്നെ വാഹനങ്ങളുടെ സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് അല്ലേ? രാസവസ്തുക്കളുടെ രാജാവ് എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡ് ആണ് കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. അതേപോലെ തന്നെ വാഹനങ്ങളുടെ സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാലോ, ലെഡ് ആണ് ഉത്തരം. ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ് ഈ കാർ ബാറ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാഹനങ്ങളിലെ സ്റ്റോറേജ് ബാറ്ററി. അപ്പൊ ലോഹം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്, ആസിഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. ഇനി അതേപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തനത്തിന് സഹായകമായതും അടുത്തിടെ ഇന്ത്യയിൽ കണ്ടെത്തിയതുമായ ലോഹം ഏത്? ഒരു PSCന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഉത്തരം ഏതാണെന്നറിയോ? ലിഥിയം. നമ്മുടെ 1ാം ഗ്രൂപ്പിലെ ലോഹമായ ലിഥിയമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു ലോഹം. ഇനിയിപ്പോ കാറിന്റെ ടയറിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ടയറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാ? നമ്മളെ നൈട്രജൻ അല്ലെ? അതേപോലെ തന്നെ ടയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ, സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ എന്ന് പറയുന്ന റബ്ബറാണ് ടയറുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കാർ ഒരു അപകടത്തിൽ പെടുക എന്ന് കരുതുക. അപ്പൊ ഈ അപകടത്തിൽ പെടുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് ഈ എയർ ബാഗ് അല്ലേ? ഈ എയർ ബാഗ് അങ്ങ് ഓപ്പൺ ആവുമ്പോഴാണ് നമ്മൾ സേഫ് ആവുന്നത്. ഈ എയർ ബാഗിൽ നിറയ്ക്കുന്ന വാതകം ഏതാണെന്നറിയോ? സോഡിയം അസൈഡ്. സോഡിയം അസൈഡ് ആണ് ഈ എയർ ബാഗിൽ നിറയ്ക്കുന്ന വാതകം. ഇനി അതേപോലെ തന്നെ കാറിന്റെയും അല്ലെങ്കിൽ വാഹനങ്ങളുടെയൊക്കെ സേഫ്റ്റി മിറർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്ന പ്രത്യേകതരം ഗ്ലാസ് ആണ്. നമ്മളിപ്പോ ഈ പറഞ്ഞതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കെമിസ്ട്രി പോയിന്റുകളാ. ഇനി എത്രയാ ഫിസിക്സ് പോയിന്റ് പഠിക്കാനുള്ളത്? അറിയൂലേ? ഈ വാഹനങ്ങളുടെ ഒക്കെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് ഏതാ? കോൺവെക്സ് മിറർ. ഒന്ന് മാറണോ?